തിരിച്ചുള്ള യാത്രയിൽ എല്ലാവരും മൗനമായിരുന്നു. തങ്ങളെ തുമ്പിയോട് തെറ്റ് ചെയ്തു എന്നുള്ള ചിന്ത, ഒപ്പം ദർശിനൊപ്പം അവളെ ചേർത്ത് വെക്കാൻ അനുവദിക്കാതെ വാശി പിടിക്കുന്ന മനസ്സും. അനുഷ്, അവനെക്കുറിച്ച് നീ അന്വേഷിച്ചിരുന്നോ? അജുവാണ്. തങ്ങൾക്ക് മുന്നിൽ പോലും പതറാതെ നിൽക്കുന്നവൻ അവൻ്റെ ഉള്ളിൽ വലിയൊരു ചോദ്യമായി ഉയർന്നു എന്നതാണ് സത്യം. ഒരു സാധാരണ ചെറുപ്പക്കാരനല്ല അവന് തോന്നിയവർക്ക്. വാശിയുടെ അവളെ പൊതിഞ്ഞു പിടിച്ച് തങ്ങളെ നോക്കിയവൻ്റെ കണ്ണിൽ അഗ്നിയായിരുന്നു. വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയവന്. അതേ സംശയം ബാക്കിയുള്ളവർക്കും ഉണ്ടായിരുന്നു. അജു, നീയല്ലേ അവൾക്ക് അവനെക്കുറിച്ച് അന്വേഷിച്ച് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തത്? അതെ ഏട്ടാ, പക്ഷേ അതൊരു 10 വയസ്സ് വരെയുള്ള ഇൻഫോ മാത്രമേ ഉള്ളൂ. അജുവിൻ്റെ ലാംഗ്വേജസ് അവർക്കറിയാം. അവൻ്റെ മറുപടി കൂടി കിട്ടിയതും ശിവദർശ് വലിയൊരു ചോദ്യമായി മാറിയിരുന്നു. ഇല്ലിക്കൽ തറവാടിൻ്റെ നാശം കാണാൻ എത്തിയവൻ. അതിനുള്ള ധൈര്യം അവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ചിന്തകൾക്ക് അതീതമാണ് അവനെന്ന് തോന്നിയവർക്ക്. അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലേട്ടാ. അജു പറഞ്ഞത് തന്നെയാ എനിക്കും അറിയും. സ്റ്റിൽ ഹീസ് എ മൈസ്ട്രി. അവൻ്റെ ഒരു സുഹൃത്തിലെ അഭിനവ്, അവനെ പൊക്കി നമ്മുടെ ഹൈഡ് ഔട്ടിൽ എത്തിക്കാൻ പറ പീറ്ററിനോട്. ഇന്നത്തെ ശിവദർശ് എന്താണ് അവൻ പറയും. അത്രയും പറഞ്ഞുകൊണ്ട് ഹരി മിഴികളടച്ച സീറ്റിലേക്ക് ചാരി. ആരവപ്പോൾ തന്നെ അവിയെ പിടിക്കാനുള്ള നിർദ്ദേശം പീറ്ററിന് കൊടുത്തു. ദേവ് മൗനം പാലിച്ചതേയുള്ളൂ. തുമ്പയുടെ ചോദ്യങ്ങൾ ഓരോന്നും അത്രയും ആഴത്തിൽ അവനിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഇരുട്ടുമുറിയിലേക്കായി നടക്കുന്ന ബൂട്ടുകളുടെ ശബ്ദം. അഫിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മുന്നിൽ നിൽക്കുന്നവരെ അവർ അർഹിക്കുന്ന ബഹുമാനം നൽകി തന്നെയാണ് അഫി നോക്കിയത്. അഫിനവനെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാലോ? ആരവിൻ്റെ ചോദ്യത്തിന് ആഫി ഒന്ന് ചിരിച്ചു. നിങ്ങൾക്ക് ശിവയെക്കുറിച്ച് അറിയണം. അതെ, നീ നിന്റെ വീട്ടുകാരും കൂടി ചേർന്ന് തന്നെയല്ലേ എൻ്റെ കൊച്ചിനെയും ഞങ്ങളെയും ചതിച്ചത്? അതും മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരുവൻ്റെ പേരും പറഞ്ഞ്. അജു ഒരു അമർഷത്തോടെ അവനെ നോക്കി. ഈ തവണ ആഫിയുടെ മുഖത്ത് വേദന നിറഞ്ഞു. അവൻ്റെ കണ്ണനെ ഓർത്ത്. എൻ്റെ നിസ്സഹാവസ്ഥ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണിത്. പക്ഷെ അത് പറഞ്ഞ് ഞാൻ ഒരിക്കലും എൻ്റെ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കില്ല. കാരണം അങ്ങനൊരവസ്ഥ ഇല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ശിവയ്ക്കൊപ്പം നിൽക്കും. അവൻ പറയുന്നത് എന്തും അനുസരിക്കും. പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ശിവയോടുള്ള സ്നേഹവും വിശ്വാസവും ബഹുമാനവും മുന്നിട്ട് നിന്നു. അവൻ ആരാ? അഭിനവ്. അത്ര നേരം മൗനം പാലിച്ചെന്ന ദേവനായിരുന്നു അത് ചോദിച്ചത്. അവൻ അറിയേണ്ടതും അത് മാത്രമായിരുന്നു. ആ ചോദ്യം അവിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. 5 പേരും അവനെ ഉറ്റുനോക്കി. ഹീസ് എ ഡോൺ, ഡെവിൽ ഡോൺ. കരഞ്ഞു തളർന്ന് അവൻ്റെ നെഞ്ചിൽ തന്നെ മയങ്ങിപ്പോയിരുന്നു പെണ്ണ്. ശിവയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമായിരുന്നു ഓരോ നിമിഷവും. പതിയെ കരഞ്ഞു ചുവന്ന തുമ്പിയുടെ കവളിനെ പൊതിഞ്ഞു പിടിച്ചവൻ. വേദ, നിന്നെ എനിക്ക് മാത്രമായിട്ട് വേണം. മറ്റാരും നമുക്കിടയിൽ ഇനി വേണ്ട. നീ ഞാനും മാത്രം. അത്രയും പതിയെ ശ്വാസം പോലുള്ള വാക്കുകൾ. പ്രണയവും സ്വാർത്ഥതയും അതിൻ്റെ പീക്ക് പോയിന്റിലെത്തിയിരുന്നു ഓരോ നിമിഷവും. അവൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ള അവസ്ഥ. അവനെന്ന ചെകുത്തനെ തടഞ്ഞു നിർത്തുന്നത് അവൻ്റെ പ്രണയമാണ്. ഡെവിൽ ഡോൺ. അഫി പറഞ്ഞ പേര് അവിടെ 6 പേരുടെയും കാതിൽ ഒരു ഞെട്ടലോടെ പതിച്ചു. വിശ്വസിക്കാൻ ആവാതെ നിന്നു പോയവർ. ആർ യു മാഡ്? അവനാണോ ഡെവിൾ? ആരവാണ്? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ആർക്കും സുപരിചിതമാണ് ആ പേര്. ഇന്നോളം അധികമാരും കാണാത്ത ആ മുഖം. അതവനാണോ? വിറയിലോട് ചോദിച്ചു പോയവൻ. തുമ്പിയുടെ മുഖം മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. തൻ്റെ അനിയത്തി ചെന്നുപെട്ടത് ഒരു ചെകുത്താനും മുന്നിലാണെന്ന ചിന്ത പോലും അവനെ ഭയത്തിലാഴ്ത്തി. 11 വയസ്സുവരെ മുംബൈയിലെ തന്നെ മെൻ്റൽ അസൈലത്തിലായിരുന്നു ശിവ. 10 വയസ്സുവരെ വളർത്തി വലുതാക്കിയ മനുഷ്യനെ അവൻ്റെ മുന്നിലിട്ടാണ് നിങ്ങളൊക്കെ മുത്തച്ഛൻ വീട്ടിൽ നോക്കിയത്. ആഫി പറയുമ്പോൾ വർമ്മയായിട്ടുള്ള ദേഷ്യം അത്രയും അവൻ്റെ വാക്കിൽ നിറഞ്ഞു. തുമ്പി പറഞ്ഞ് അറിഞ്ഞെങ്കിൽ പോലും മുത്തച്ഛൻ്റെ ക്രൂരമായ മുഖം അവരിൽ ഞെട്ടൽ തന്നെ നിറച്ചു. അത്രയും വലിയൊരു ക്രൂരത നേരിട്ട് കാണേണ്ടി വരുന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ അതെത്രമാത്രം ഭീകരമായിരിക്കുമെന്ന് അറിയോ? നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ അവൻ്റെ അവസ്ഥ? നിങ്ങളിലൊന്നും അവന് വേണ്ടായിരുന്നു. ആ പാപം മനുഷ്യനൊപ്പം അയാളുടെ മകനായി വളർന്നേനെ അവൻ. അവരുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. അഫിയുടെയും. പിന്നീടുള്ള ഒരു വർഷം ഒരുപാട് അനുഭവിച്ചവൻ. ആ മെൻ്റൽ ട്രോമയിൽ അവൻ നേരിട്ടു. ചിരിച്ചും കളിച്ചും വളരേണ്ട പ്രായത്തിൽ 4 ചുവരുകൾക്കുള്ളിൽ മാത്രമായി അവൻ്റെ ജീവിതം. അസുഖമെല്ലാം ഭേദമായി പുറത്തു വന്നവനെ അവിടെയുള്ള അനാഥാലയത്തിൽ ചേർത്തു. അവിടെയും ഭ്രാന്തനെന്ന് പറഞ്ഞ് ആരും കൂടെ കൂട്ടുമായിരുന്നില്ല. അവനും വല്ലാതെ ഒതുങ്ങി. ആരോടും മിണ്ടാതെ എപ്പോഴും മറ്റേത് ലോകത്ത് നിന്നതുപോലെ ജീവിച്ചു. അവിടെയുള്ള ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെയായിരുന്നു പഠനം. പഠിക്കാൻ മിടുക്കനായിരുന്നവൻ. വല്ലാത്തൊരു വാശിയോടെയായിരുന്നു ചുറ്റുമുള്ള എല്ലാത്തിനെയും അവൻ കണ്ടത്. ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാനുള്ള മനസ്സ് അവനുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഭ്രാന്തനെന്ന് വിളിച്ചവനെ മൃഗീയമായി അവൻ തല്ലിച്ചതച്ചു. കോളേജ് ഓണറിൻ്റെ മകനായതുകൊണ്ട്
പഠിത്തം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. പക്ഷെ അപ്പോഴും തോറ്റു കൊടുക്കാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. തെരുവിൽ അലഞ്ഞു പല ജോലികളും ചെയ്തു. ആളുകളെ ഷൂ പോളിഷ് ചെയ്യുന്നത് മുതൽ ഹോട്ടലിലെ പാത്രം കഴുകുന്നത് വരെ ആ കൂട്ടത്തിലുണ്ട്. ഒരുപാട് സമ്പാദിക്കണമെന്ന വാശി, അതിനൊപ്പം വളർന്നു വരുന്ന പകയും പ്രതികാരവും. മുംബൈ പോലൊരു നഗരത്തിൽ അവനെപ്പോലെ ഒരാൾക്ക് അവസരങ്ങൾ ഏറെയാണ്. ആദ്യം ചെറിയ തല്ലിപിടിയിൽ തുടങ്ങിയവൻ വലിയ കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്യാൻ ദിവസങ്ങൾ പോലും ആവശ്യമായിരുന്നില്ല. ഒരുപാട് പേരുടെ ചോര പോരണ്ടിട്ടുണ്ട് അവൻ്റെ കയ്യിൽ. കൊല്ലും കൊലയും ഒരാനന്ദം പോലെ കണ്ടവൻ. സമ്പാദ്യം കൂടിയപ്പോൾ മുംബൈയിലെ തന്നെ പൊളിഞ്ഞുകൊണ്ടിരുന്ന DM ഗ്രൂപ്പ്സിൻ്റെ കമ്പനി വിലക്കി വാങ്ങിയവൻ. അതായിരുന്നു തുടക്കം. എന്തും ചെയ്യാൻ മടിയില്ലാത്ത അവൻ്റെ സ്വഭാവത്തിനൊപ്പം കൂർമ്മ ബുദ്ധിയും കൂടി ചേർന്നപ്പോൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു ബിസിനസ്മാനായി അവൻ മാറി. ഹോസ്പിറ്റലും കോളേജും മാളുകളും സ്വന്തമായിട്ട് വെട്ടിപ്പിടിക്കാനുള്ള അവൻ്റെ വാശി അവസാനിച്ചിരുന്നില്ല. എല്ലാവരുടെയും കണ്ണിൽ അവനുള്ള ആരാധനയേക്കാൾ ഭയം നിറയ്ക്കണം എന്നാഗ്രഹിച്ചവന് ഇനിയും മുന്നോട്ട് പോകണമായിരുന്നു. എതിർത്തവരെയെല്ലാം നിർദ്ധയമായി കൊന്നൊടുക്കിയവൻ ഡെവിൽ ഡോൺ. ആ പേര് കേട്ടാൽ പോലും ആളുകൾ ഭയക്കുന്ന അവസ്ഥ. പോലീസും പൊളിറ്റീഷ്യൻസും അവൻ്റെ കൺട്രോളിലായതും മുംബൈ അണ്ടർവേൾഡിലേക്കുള്ള അവൻ്റെ എൻട്രി എളുപ്പമായി. കറൻസിക്കും ഗോൾഡിനും അപ്പുറം വെപ്പോൺസ് കൂടി അവൻ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ആ ഇടയ്ക്ക് അവന് നേരെയുണ്ടായൊരു ആക്സിഡൻറ്റ്. അതിൽ നിന്നും രക്ഷിച്ചതുകൊണ്ട് എന്നെ കൂടെ കൂട്ടിയവൻ. അവിയെന്ന് ചിരിച്ചു. അവൻ ആഗ്രഹിച്ചതെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ ഉള്ളിലെ പ്രതികാരം മാത്രം ബാക്കിയായി. അങ്ങനെയാണ് കേരളത്തിലേക്കുള്ള അവൻ്റെ എൻട്രി. ഇല്ലിക്കൽ തറവാടിൻ്റെ നാശത്തിനായി. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വീട്, അതൊന്നും അവനൊരു പ്രശ്നമായിരുന്നില്ല. സിമ്പിളായി അയാൾ തീർക്കാൻ അവന് കഴിയും. അതിനുവേണ്ടി വെൽ ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെയുണ്ട് അവന്. ശിവ ഏറ്റെടുത്ത ഒരു ട്രസ്റ്റ്, അതിന് കീഴിലാണ് അവൻ്റെ പടകൾ. മിടുക്കരായ ആൺകുട്ടികൾ, അനാഥർ അല്ലെങ്കിൽ പാവപ്പെട്ടവർ, അവരെ തിരഞ്ഞു പിടിച്ച് പഠിപ്പിച്ച് അവന് വേണ്ടി ഫിസിക്കലും ടെക്നിക്കലും ട്രെയിൻ ചെയ്യിക്കും. IBയിൽ നിന്നും സൈബർ സെക്യൂരിറ്റി ഡിവിഷനിൽ നിന്നും റിട്ടയർഡ് ചെയ്തു വരുന്ന ഓഫീസേഴ്സാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അഫി പറയുന്ന കാര്യങ്ങൾ കേൾക്കും തോറും പകച്ചിരിക്കാനേ അവർക്കായുള്ളൂ. താങ്കളെല്ലാം വിചാരിക്കുന്നതിലും മുകളിലാണ് അവൻ. ശിവയ്ക്ക് ചുറ്റും ഇപ്പോഴും അവൻ്റെ ഗാർഡ്സ് ഉണ്ട്. ഇവൻ നിങ്ങളുടെ ഇല്ലിക്കൽ കോളേജിലുള്ള പ്രൊഫസർമാരിൽ പലരും അവൻ്റെ ആളുകളാണ്. 1 വർഷമായി അവൻ കേരളത്തിലുണ്ട്. ആയുഷ് വർമ്മയായി. അവൻ്റെ ആളുകൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ നീക്കങ്ങൾ ഓരോന്നും നിരീക്ഷിച്ചുകൊണ്ട്. ആഫി എന്ന് ദീർഘമായി നിശ്വസിച്ചു. അതിൽ നിന്നും നിങ്ങളുടെ എല്ലാ ബലവും ബലഹീനതയും വേദലക്ഷ്മി എന്ന തുമ്പി എന്നവന് മനസ്സിലായി. അതാണ് തുമ്പിയെ തന്നെ ആദ്യം ടാർഗറ്റ് ചെയ്തത്. ഒരു ക്രിമിനലിനെ കൊണ്ട് അവളുടെ വിവാഹം, അതായിരുന്നു അവൻ്റെ ഉദ്ദേശം. പക്ഷെ ആർക്കു മുന്നിലും തോറ്റു പോകാത്തവൻ, തീരുമാനിച്ച കാര്യങ്ങളും ഒരടി മാറി ചിന്തിക്കാത്തവൻ നിങ്ങളെ തുമ്പിയുടെ സങ്കടവും നിസ്സഹതയും കണ്ടതും ഒരു നിമിഷം പതറി. അവൻ തന്നെയാണ് പോലീസിനെ കൊണ്ട് തുമ്പിയെ കല്യാണം കഴിക്കാനിരുന്ന ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. പക്ഷെ പിന്നെ ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യാതെയാണ് തുമ്പി അവൻ താലി കെട്ടിയത്. അപ്പോഴും പ്രതികാരമാണെന്ന് വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ പിന്നീടുള്ള ഓരോ നിമിഷവും അവൻ മറ്റൊരാളാവുകയായിരുന്നു. ക്രൂരത മാത്രം കണ്ടിരുന്ന ആ മിഴികളിൽ വല്ലാത്തൊരു തിളക്കം. ആഫി എന്ന് ചിരിച്ചു. പ്രണയം വൃദ്ധനെ 16കാരനാക്കുന്ന അസുറിനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന വികാരം. നിങ്ങളെ തുമ്പിയെ അവൻ പ്രണയിച്ചു തുടങ്ങിയെന്ന് അവന് ബോധ്യമായ നിമിഷം എല്ലാം ഉപേക്ഷിച്ചു പോയതാണ് അവൻ. പക്ഷേ അവിടെ അവനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് അവൾ തേടിച്ചെന്നത്. ആരോരുമില്ലാത്ത ഒരുവന് ആദ്യമായി കിട്ടുന്ന പരിഗണന. അവനായിരുന്നോ, അവൻ്റെ ആസ്തി എന്തെന്നോ ഒന്നും അറിയാതെ അവനെ തേടിച്ചെല്ലുന്ന ആദ്യത്തെ ആൾ. അവളെ വേദനിപ്പിക്കാൻ ആവാതെ ഒഴിഞ്ഞു പോയവന് ഇനി ഒരിക്കലും അവളെ നഷ്ടപ്പെടുന്നത് പോലും ചിന്തിക്കാൻ ആവാത്ത അവസ്ഥയായി. തുമ്പിയുടെ ദർശൻ, അവൻ്റെ ഭ്രാന്ത് തന്നെ അവളാണിന്ന്. ഒരു നിമിഷം പോലും അകന്നിരിക്കാൻ പോലും പറ്റാത്ത വിധം അവൻ അടിമപ്പെട്ടു പോയി. ആഫി പറഞ്ഞു നിർത്തുമ്പോൾ തീർത്തും തളർന്നു പോയ അവസ്ഥയിലായിരുന്നു അവർ. ഇല്ലിക്കൽ തറവാട് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത് തുമ്പി കാരണമാണ്. തുമ്പിയോടുള്ള അവൻ്റെ പ്രണയം കാരണമാണ്. ഇല്ലെങ്കിൽ എന്നേ. അഫി, ഞങ്ങൾക്ക് ഞങ്ങളുടെ തുമ്പിയെ വേണം. പകരം അവൻ ചോദിക്കുന്നത് ഞങ്ങളുടെ ജീവനാണെങ്കിൽ പോലും നൽകാം. തുമ്പിയെ വിട്ടേക്കൻ പറ അവനോട്. അജുവിൻ്റെ വാക്കുകൾ ദയനീയമായി. അതിലും ദയനീയമായി ആഫി അവനെ നോക്കി. ഞാൻ ഇത്രയും പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശിവ തുമ്പി വിട്ടുതരുമെന്ന്? മരണത്തിലായാൽ പോലും അത് സാധ്യമാവില്ല അർജുൻ സാർ. തുമ്പിക്ക് പകരം മറ്റെന്തും നൽകും അവൻ. അഫി, അവൾ കുഞ്ഞല്ലേ. മാത്രമല്ല ഇതൊന്നും അവൾക്കറിയില്ല. അവളുടെ മുന്നിൽ പാർവതി അപ്പയുടെ മകനാണ് ദർശൻ. അവൾക്ക് മുന്നിൽ മാത്രമാണ് അവൻ ദർശനാകുന്നത്. തുമ്പി അവനെക്കുറിച്ച് ഒന്നും അറിയാതിരിക്കാൻ അവൻ എന്തും ചെയ്യും സാർ. അവൾ ഒരിക്കലും അവനെ ഭയത്തോടെ നോക്കാതിരിക്കാൻ എന്തും ചെയ്യും. ആഫി ഓരോ നിമിഷവും അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ശിവയുടെ അരികിൽ നിന്നവളെ നേടാനാവില്ലെന്ന്. ഇളം വെയിൽ മുഖത്തേക്ക് വന്നടിച്ചതും തുമ്പിന്ന് ചിണുങ്ങിക്കൊണ്ട് എഴുന്നേറ്റു.
കുറച്ച് സമയമെടുത്തു കഴിഞ്ഞു പോയതെല്ലാം ഓർത്തെടുക്കാൻ. ഏട്ടന്മാർ വന്നതും അവരോട് എതിർത്ത് പറഞ്ഞതുമെല്ലാം വീണ്ടും അവളിൽ നോവ് നിറച്ചു. അടുത്ത നിമിഷം അവനിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടി അവർ പറഞ്ഞ കാരണങ്ങൾ ഓർക്കെ തന്നെ മനസ്സിലാക്കാതെ പോയതോർക്കെ സങ്കടത്തിന് മുകളിൽ നിമിഷം നേരം കൊണ്ട് ദേഷ്യവും പിണക്കവും സ്ഥാനം പിടിച്ചു. മുഖം വീർപ്പിച്ച് പിടിച്ച് അങ്ങനെ കുറച്ചു നേരം ഇരുന്നവൾ പിന്നെ മെല്ലെ എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് കയറി. തിരിച്ച് റൂമിൽ വന്നിട്ടും ശിവയെ അവിടെയെങ്കിലും കണ്ടില്ല. മറ്റു റൂമിലൊക്കെ അവനെ തിരഞ്ഞിട്ടും കാണാതെ വന്നതും ഹള്ള കോമൺ ബാൽക്കണിയിലേക്ക് നടന്നവൾ ഷോർട്സ് മാത്രം ഇട്ട് കയ്യിലെറിയുന്ന സിഗരറ്റുമായി നിൽക്കുന്നവനെ കാണെ തുമ്പിയുടെ മിഴികൾ ഒന്ന് കോർത്തുപോയി. വട്ടം വട്ടം പുകയും പറത്തുന്നുണ്ട്. ചെയിൻ സ്മോക്കർ ഒന്നുമില്ലെങ്കിലും ഈ കാര്യത്തിൽ ആളിത്തിരി എക്സ്പീരിയൻസ്ഡ് ആണെന്ന് കണ്ടാൽ തോന്നും. ദേഷ്യത്തോടെ തന്നെ തുമ്പി അവൻ്റെ അടുത്തേക്ക് ചെന്നു. അടുത്ത നിമിഷം തിരിഞ്ഞു നോക്കാതെ ഒരു കൈയാൽ അവളെ വലിച്ചു തൻ്റെ കൈക്കുള്ളിലാക്കിയവൻ പെട്ടെന്നായതും തുമ്പി പേടിച്ചു പോയി. കണ്ണുകൾ ഇറക്കിയടച്ചു. അവൻ്റെ നെഞ്ചിലും ഇടുപ്പിലുമായി അവളുടെ പിടിമുറുകി. ശിവയുടെ നോട്ടം അവളുടെ മുഖത്തേക്ക് മാത്രമായി. ബാൽക്കണിയിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റിൽ അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് പാറി വീഴുന്നു. അത്രയും ഇഷ്ടത്തോടെ അവൻ ആ ഇഴകൾ കൈവച്ച് ഒതുക്കി. തുമ്പി ഇറക്കി അടച്ച മിഴികൾ തുറന്നതും കൈ രണ്ടും അവൾക്ക് ഇരുവശത്തുമായി റൈലിങ്ങിൽ വെച്ച് ശിവ കുറുമ്പോടെ നോക്കുന്നുണ്ട്. തുമ്പി തിരിച്ചും കൂർപ്പിച്ച് നോക്കി. വാട്ട്? അറിയാതെ പോലെയുള്ളവൻ്റെ ചോദ്യം. ദേഷ്യം കൊണ്ട് തുമ്പിയുടെ മുഖം ചുവന്നു. വീണ്ടും അവൾ ദേഷ്യം കൂട്ടാനായി സിഗരറ്റ് ഒന്നുകൂടി വലിച്ച പെണ്ണിൻ്റെ മുഖത്തേക്ക് തന്നെ പുകയൂതി വിട്ടവൻ. അടുത്ത നിമിഷം തന്നെ കൈ ഉയർത്തി കവളിൽ തന്നെ ഒന്ന് കൊടുത്തു തുമ്പി. മുഖം ചിരിച്ച് മിഴികൾ അടച്ച് അവളേക്കിയ നോവിൽ കൈ ചേർത്ത് വെച്ചവൻ ദേഷ്യം കൊണ്ട് തുമ്പിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷം അവളുടെ കുഞ്ഞു കവളിൽ കൊത്തിപ്പിടിച്ചുകൊണ്ട് ആദരങ്ങളെ അവൻ കടിച്ചു നുണഞ്ഞു. കൂതറിക്കൊണ്ട് അവൻ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് തുമ്പി. വെറുതെയാണെന്ന് മാത്രം. അവള് തള്ളിയാലൊന്നും അവൻ നീങ്ങില്ല. വീണ്ടും വീണ്ടും കൈക്കുള്ളിൽ കിടന്ന് പിടയ്ക്കുന്നവളെ ഒന്നാകെ പൊതിഞ്ഞു പിടിച്ച് തീവ്രമായി ചുംബിച്ചവൻ ഒരു ചുംബനത്തിലൂടെ തൻ്റെ ഉയിരും അവൻ കവർന്നെടുക്കുന്ന പോലെ. അടുത്ത നിമിഷം അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. തുള്ളിയുടെ രുചി കൂടി ചുംബനത്തിനൊപ്പം അവളുടെ നാവിലറിഞ്ഞു. അത്ര നേരം വാശിയോടെ നിന്നവൾ അവൻ്റെ നോവറിയെ കരുതലോടെ അവനെ ചേർത്ത് പിടിച്ചു. അവന് വീണ്ടും സങ്കടം കൂടുകയാണുണ്ടായത്. കളങ്കമില്ലാത്ത സ്നേഹം കൊണ്ട് തന്നെ തോൽപ്പിക്കുന്നവൾ. ശ്വാസത്തിനായി അവളൊന്ന് പിടഞ്ഞതും മെല്ലെ കിതപ്പോടെ അകന്നു മാറിയവൻ അവളെ വീണ്ടും വരിഞ്ഞു മുറുകെ നെഞ്ചോട് ചേർത്തു. നന്നെ തളർന്നു പോയിരുന്നു തുമ്പി. കിതച്ചുകൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നവൾ. ഇരുവരുടെയും ഹൃദയം മിടിക്കുന്നത് മാത്രം ഉയർന്നു കേട്ട നിമിഷങ്ങൾ. ദർശ, എങ്ങനെ ഉമ്മ വെച്ചാ? ഞാൻ ചത്തുപോകും തുഷ്ട. അവനൊന്ന് ചിരിച്ചു. ദർശൻ്റെ പ്രണയം മുഴുവനും താങ്ങേണ്ടവളാണ് വേദാന്തി. സാറില്ല, ഞാൻ ട്രെയിൻ ചെയ്യിക്കാം. പതിയെ പതിയെ നമുക്ക് ടൈമിങ് കൂട്ടാം, ഓക്കെ അല്ലേ? കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് ആ നെറുകിൽ ചുണ്ടു ചേർത്തവൻ. മനസ്സ് നിറയുന്ന സന്തോഷമുണ്ടവനിൽ. തെറ്റ് ചെയ്യുമ്പോൾ ശാസിക്കാനും ശിക്ഷിക്കാനും ഒരുവൾ. നോക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്നതും അവൾ. പ്രണയത്തോടെ വരിഞ്ഞു മുറുക്കുന്നതും ആ കൈകളാണ്. ആദ്യമായി അറിയുന്ന സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വാത്സല്യത്തിൻ്റെയും അതിനുമപ്പുറം തീവ്രമായ പ്രണയത്തിൻ്റെ മധുരം. ശിവയെക്കുറിച്ച് എനിക്കറിയുന്നതെല്ലാം ഞാൻ പറഞ്ഞു. അഫി പറഞ്ഞു നിർത്തിക്കൊണ്ട് അവരെ മാറി മാറി നോക്കി. വന്നപ്പോൾ ഉണ്ടായിരുന്ന ധാർഷ്ട്യപ്പൊന്നും ഇപ്പോൾ ആരിലുമില്ല. ഭയം. അവനാരെന്നും മനസ്സിലാക്കിയ ഭയം മാത്രമായിരുന്നു അവരിൽ. ശരിക്കും അവരുടെ അവസ്ഥയിൽ വേദനയാണ് അഫയ്ക്ക് തോന്നിയത്. തനിക്കുമുണ്ട് ഒരു പെങ്ങൾ. മനസ്സിലാകും ഇവരെ, അവരുടെ ചിന്തകൾ പോകുന്ന പാതയെ. പക്ഷേ ശിവയും അവരുടെ സ്വന്തമാണ്. അത് മറന്നു പോകുന്നു. ഒരേ സമയം അവരോട് ദേഷ്യവും സഹതാപവും തോന്നിയവന്. ഞാൻ ഇറങ്ങുകയാണ്. അഫി പറഞ്ഞതും 6 പേരും ഒരുപോലെ അവനെ നോക്കി. അവരോടായി ഒരു പുഞ്ചിരിയോടെ തന്നെ യാത്ര പറഞ്ഞുകൊണ്ടവൻ മുന്നോട്ട് നടന്നു. പിന്നെ നിങ്ങളായിട്ട് പിടിച്ചുകൊണ്ട് വന്നതല്ലെന്നെ. അല്പദൂരം മുന്നോട്ട് പോയതും അഫി എന്ന് നിന്നു അവരോടായി പറഞ്ഞതും അവരൊരു സംശയത്തോടെ അവനെ നോക്കി. ശിവ പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ. അവൻ ആരാണ്, എന്താണ് എന്നെല്ലാം നിങ്ങളെ അറിയിക്കാൻ. ഒരിക്കലും അറിയാതെ പോലും അവനും തുമ്പിക്കും ഇടയിൽ തടസ്സമായി നിങ്ങൾ വരാതിരിക്കാൻ. ഇനി അഥവാ വന്നാൽ പിന്നെ ഒരിക്കലും അവളെ നിങ്ങൾ കാണുക പോലും ചെയ്യില്ലെന്ന് പറയാൻ. അത്രയും പറഞ്ഞുകൊണ്ട് അഫി ഒരു ചിരിയോടെ തന്നെ മുന്നോട്ട് നടന്നു. അപ്പോഴും അറിഞ്ഞതൊന്നും വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽപ്പായിരുന്നു അവർ.